ഉമ്മാൻ്റെ കാലിൻ്റെ ഒട്ടാണ് സ്വർഗമെന്ന് പുന്നാര നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കുറേ ആലോചിച്ചിരുന്നു, ഈ സ്വർഗം എന്തിനാ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത്? ശരിക്കും വാപ്പാൻ്റെ അടുത്താണല്ലോ കൊടുക്കണ്ടേ. പരീക്ഷയ്ക്ക് അടക്കാനുള്ള ഫീസ് വാപ്പാൻ്റെ അടുത്താണ്, ചുരിദാർ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ്, മൊബൈലിൻ്റെ പൈസ വാപ്പാൻ്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത്, ഒക്കെ വാപ്പാൻ്റെ അടുത്താണ്, മഹറിൻ്റെ പൈസ വരെ വാപ്പാൻ്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത്. സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത്. എന്തിനായിരിക്കും അള്ളാഹു തആല ഈ സ്വർഗം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത് എന്ന് ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചു. എനിക്ക് കിട്ടിയൊരു ഉത്തരം, വാപ്പാൻ്റെ അടുത്തുനിന്ന് വാങ്ങണതിനേക്കാൾ എളുപ്പം വാങ്ങാൻ കഴിയും ഉമ്മാൻ്റെ അടുത്തായാൽ. വാപ്പാൻ്റെ അടുത്ത് അങ്ങനെ തന്നെ എളുപ്പം കിട്ടൂല, ഉമ്മാൻ്റെ അടുത്ത് വേഗം കിട്ടും, നല്ലോണം ഒന്ന് സോപ്പിട്ടാൽ മതി, കിട്ടും. ഇമ്മാൻ്റെ അടുത്ത് കൊടുത്ത സ്വർഗം ഒരാൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഓനെ 5ൻ്റെ നയ പൈസക്ക് കൊള്ളൂല എന്നെ. അതിനാണ് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത്. വേഗം വാങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. വാപ്പാൻ്റെ അടുത്ത് കൊടുത്താൽ അത്ര എളുപ്പം കിട്ടൂല, ഉമ്മാൻ്റെ അടുത്ത് കൊടുത്താൽ വേഗം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത്. എന്നിട്ടും ഒരാൾക്ക് കിട്ടിയില്ല എന്ന് നോക്കുക, സ്വർഗം 5 ദിവസം പറ്റില്ല, ഒരു വില ഓനില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഉമ്മയുടെ അടുക്കൽ അള്ളാഹു സ്വർഗം കൊടുത്തു. ഉമ്മാനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് വാപ്പാനാടാണ്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിൻ്റെ നടുവിലെ വാതിലാകുന്നു എന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ സ്വർഗത്തിൻ്റെ നടുക്കത്തെ വാതിലാണ്. നമ്മുടെ എല്ലാ ഷറഫുകളും വാപ്പയെ അനുകരിച്ചുകൊണ്ടാണ് എന്നാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രാധാന്യവും വാപ്പാൻ്റെ പ്രാധാന്യമാണ്. അതിനാണ് നമ്മൾ തറവാടിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞത്. അനഫി മില്ലത്തി അബി ഇബ്രാഹിം അലൈഹിസ്സലാം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണും, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് അലൈഹിസ്സലാം. ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ പിതാവായ ഇബ്രാഹീം അലൈഹിസ്സലാം, ഇബ്രാഹീം നബിയുടെ മാർഗത്തിലാണ് ഞാനുള്ളത്. വാപ്പ ഒരു മനുഷ്യൻ്റെ ഷറഫാണ്. നമ്മൾ പറയല്ലോ, ഞാൻ ആരാ മകനാന്നറിയാം എനിക്ക് എന്ന് പറയില്ലേ, ശരിക്കും അങ്ങനത്തെ ഒരു സംസാരമാണിത്. എനിക്കെൻ്റെ വാപ്പാനെ ശരിക്കും അറിയില്ല എന്ന് പറയില്ലേ നമ്മൾ. ചില ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ പറയും, ഓ വാപ്പാൻ്റെ മാതിരി തന്നെയാണ് എന്ന് പറയും. ശരിക്കും അനഫി മില്ലത്തി അബി ഇബ്രാഹിം എന്നുള്ളതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. എൻ്റെ വാപ്പ ഇബ്രാഹിമാണ്, ആലോചിച്ച് കളിച്ചതുകൊണ്ട് എന്നോട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവൻ്റെ പിതാവ് തന്നെയാണ്. അൽ വലദു സിർറു അബീഹി എന്നാണ്, മക്കൾ പിതാവിൻ്റെ സ്വകാര്യമാകുന്നു എന്നാണ്. മക്കൾ പിതാവിൻ്റെ സ്വകാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിന് കുറേ അർത്ഥമുണ്ട്. വാപ്പാൻ്റെ സ്വകാര്യത മകൻ പരസ്യമാക്കും എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ ഷറഫാണ് മകൻ്റെ ഷറഫ്. അതാണ് പാരമ്പര്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയണത്. എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട് കേട്ടോ. കർഷകൻ്റെ മകൻ കൃഷിക്കാരനായാൽ വേഗത്തിൽ വിജയിക്കാം. പാരമ്പര്യം വളരെ പ്രധാനമാണ്. എല്ലാ വിഷയങ്ങൾക്കും പാരമ്പര്യം വളരെ പ്രധാനമാണ്. ഒരു കച്ചവടക്കാരൻ്റെ മകൻ ഇഫ്ദിന് കൊണ്ടാക്കിയാൽ വിജയിക്കൂല എന്നല്ല, പെട്ടെന്ന് വിജയിക്കൂല. ആയി കിട്ടാൻ ലേശം പണി ഉണ്ടാവും എന്നർത്ഥം. നല്ല മെനക്കെടുണ്ടാവും, ആവും, പക്ഷേ നല്ല മെനക്ക്. അതേസമയത്ത് ഒരു ഹാഫിദിൻ്റെ മകൻ ഹാഫിദാവൽ എളുപ്പം നടക്കും. ഒരു ആലിമിൻ്റെ മകൻ ആലിമാകൽ വേഗം നടക്കും. ഒരു മോലിയർ കച്ചവടം തുടങ്ങിയാൽ പെട്ടെന്നൊന്നും എടുക്കെത്തൂല. മോലിയർക്ക് നല്ലത് മോലിയരാവലാണ്. ഇതാണ് പാരമ്പര്യം. അതേസമയത്ത് കച്ചവടക്കാരൻ്റെ മകൻ മോലിയരാവാൻ നോക്കിയാലോ അങ്ങനെ തന്നെ ഇക്കാരം. പാരമ്പര്യത്തിന് വലിയ ഗുണമുണ്ട്, വാപ്പാൻ്റെ ഗുണമാണ്. ഏത് മനുഷ്യനുണ്ടായിരിക്കുന്നതാണ്. അതിന് നേരെ വാപ്പയിക്കോണമെന്നില്ല, വല്ലിപ്പാൻ്റെ ഗുണം ഉണ്ടാവുന്നതാണ്. ഷാഫിഈ എന്ന് പറയുന്നത് ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ഒറിജിനൽ പേരല്ലല്ലോ. സയ്യിദുനാ ഇമാമുനാ ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ ഒറിജിനൽ പേരല്ല. മഹാനവറുകളുടെ ഒറിജിനൽ പേര് മുഹമ്മദ് എന്നാണ്. വാപ്പാൻ്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫിഈ എന്നത് വല്ലിപ്പയാണ്. മുഹമ്മദ് ബിനു ഇദ്രീസു ഷാഫിഈ എന്നാണ് മുഴുവൻ പേര്. ബുഖാരി, ഇമാം ബുഖാരി എന്ന് പറയുന്നത് ബുഖാരി ഇമാമിൻ്റെ ഒറിജിനൽ പേരല്ല. മുഹമ്മദ് എന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്.
വാപ്പാൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. ബുഖാരി എന്നത് വല്ലിപ്പയാണ്. മുഹമ്മദ് ബിനു ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, അതാണ് മുഴുവൻ പേര്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു, റിഫായി എന്നുള്ളത് മൂപ്പരുടെ പേരല്ല. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അഹ്മദ് എന്നാണ്. റിഫായി എന്നത് മഹാനവറുകളുടെ 7ാമത്തെ വല്ലിപ്പയാണ്, നേരെ വല്ലിപ്പയല്ല. റിഫായി എന്ന് പറഞ്ഞത് 7ാമത്തെ വല്ലിപ്പാൻ്റെ പേരാണ്. മനുഷ്യന് അവൻ്റെ പിതാക്കന്മാരുടെ പ്രാധാന്യമുണ്ടായിരിക്കും. അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ പ്രാധാന്യത്തെയും വാപ്പയിലേക്ക് ചേർക്കപ്പെടും. നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ 12-ന് പരിപാടി ഉണ്ടാവുമല്ലോ, കുട്ടികളെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ റബീഉൽ അവ്വൽ 12-ന് ഇങ്ങനെ നല്ല പാട്ടും പ്രസംഗവും പരിപാടിയും കഥാപ്രസംഗവും കൂടി ഇങ്ങനെ നടന്ന് ജഗ പോക. അവസാനം ഉറക്കം വരുന്ന നേരത്ത് സമ്മാനം ഉണ്ടാവും. ഫസ്റ്റ് കിട്ടിയതിന്, 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സമ്മാനം, 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സമ്മാനം. അങ്ങനെ 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സമ്മാനം കുട്ടി സ്റ്റേജുമ്മ കയറിയിട്ട് വാങ്ങുമ്പോൾ സദസ്സിലിരുന്നിട്ട് വാപ്പ പറയും എൻ്റെ മകനാണ് അത് എന്ന്, 3ാമത്തോനാണ്, നല്ല ഉഷാറാണെന്ന് പറയും. അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടും, ആ സമ്മാനം വാങ്ങണേൻ്റെ. വാപ്പാൻ്റെ പ്രത്യേകത തന്നെയാണത്. ആ സമ്മാനം മേടിച്ചത് വാപ്പാൻ്റെ പ്രത്യേകത തന്നെയാണ്, ഒരു തർക്കമില്ല. എന്നാൽ അതേ ചെറുക്കൻ കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ വെച്ചിട്ട് ആൾക്കാരെന്ന് അടിയാണ് കിട്ടിയാൽ വാപ്പ പറയും ഓൻ്റെ കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ്, നല്ല എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെ. അവിടെ മാത്രമേ നമ്മൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. റബീഉൽ അവ്വൽ 12-ന് സ്റ്റേജമ്മ കയറി സമ്മാനം വാങ്ങിയത് വാപ്പാൻ്റെ മകനായതുകൊണ്ട് തന്നെയാണ്, ഒരു തർക്കമില്ല. 100 വട്ടം സമ്മതിച്ചു, 1 വട്ടം 2 വട്ടം 3 വട്ടം സമ്മതം. കുരുത്തക്കേട് കാട്ടി, വേണ്ടാത്തത് കാട്ടി, അങ്ങാടിയിൽ നിന്ന് ആൾക്കാർ പെരടിക്ക് നോക്കിയിട്ട് അടിച്ചു. അപ്പോൾ വാപ്പ പറയും കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ് എന്ന് പറയും. അത് പറയരുത്. റബീഉൽ അവ്വൽ 12-ന് സ്റ്റേജമ്മ കയറിയിട്ട് സമ്മാനം വാങ്ങിയത് എൻ്റെ മകനായത് കൊണ്ടാണെങ്കിൽ അങ്ങാടിയിൽ നിന്ന് അൽ വലദു സിർറു അബീഹി എന്നാണ്. വാപ്പാൻ്റെ സ്വകാര്യമാകുന്നു മകൻ എന്ന് പറഞ്ഞാൽ നന്മയുണ്ട്, അതിൽ തിന്മയുണ്ട്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. വാപ്പ ആരും കാണാതെ കണ്ടിരുന്നത് മകൻ പരസ്യമായി കാണും. വാപ്പ ആരും കാണാതെ ചെയ്തിരുന്നത് മകൻ പരസ്യമായി ചെയ്യും. വാപ്പ ആരും കാണാതെ പറഞ്ഞിരുന്നത് മകൻ പരസ്യമായി പറയും. അൽ വലദു സിർറു അബീഹിയാൻ. അപ്പം മനുഷ്യൻ്റെ മെറിറ്റ് ആണെങ്കിലും ഡീമെറിറ്റ് ആണെങ്കിലും വാപ്പാനായിട്ട് ബന്ധമുണ്ട്. ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബന്ധമുള്ളത് മനുഷ്യന് വാപ്പാനോട്. ഇനി മാതാപിതാക്കൾക്ക് മക്കളോട് തിരിച്ചും ബന്ധമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം. ഇനി മാതാപിതാക്കൾക്ക് മക്കളോട് അങ്ങോട്ടും ബന്ധമുണ്ട്. ചില ബന്ധങ്ങളുണ്ട്. 1 അള്ളാനായിട്ടുള്ള ബന്ധം, 2 മുത്തുനബിനായിട്ടുള്ള ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം, 3 ഉമ്മാനായിട്ടുള്ള ബന്ധം, 4 വാപ്പാനായിട്ടുള്ള ബന്ധം. ഇനി തിരിച്ച് വാപ്പാക്കും ഉമ്മാക്കും മക്കളായിട്ട് ഇങ്ങോട്ട് ബന്ധമുണ്ട്. വാപ്പാക്കും ഉമ്മാക്കും മക്കളായിട്ട് തിരിച്ചുള്ള ബന്ധത്തെ അധികാരബോധം എന്ന് പറയും മലയാളത്തിൽ. അങ്ങോട്ടുള്ള ബന്ധത്തെ അവകാശബോധം എന്ന് പറയും, ഇങ്ങോട്ടുള്ള ബന്ധത്തെ അധികാരബോധം എന്ന് പറയും. ശരിക്ക് അവകാശബോധം കൊണ്ടൊരു പ്രയോജനമില്ല എന്നാണ്, അധികാരബോധം കൊണ്ടാണ് പ്രയോജനമുള്ളത്. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, 22 വയസ്സായി മോന്, 10-22 വയസ്സ് ഞാൻ ഓനെ പൊന്നുപോലെ നോക്കി വളർത്തിയിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ ഓൻ കാട്ടിയത് ഇതാണല്ലോ എന്ന് പറയും നമ്മൾ. സങ്കടം. എനിക്കൊരാവശ്യം നേരത്തെ ഓനെ കിട്ടിയില്ല. ശരിക്കും ഇവിടെ ഉള്ളത് 21 കൊല്ലം ഓനെ നോക്കിയത് എന്തോ കാര്യമായിട്ട് എനിക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് എന്ന മനസ്സിലുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒന്നും ചെയ്തു തരാനല്ലല്ലോ കുട്ടികളെ നോക്കണത്, ആഖിറത്ത് കിട്ടാനല്ലേ. പക്ഷെ നമ്മളെ മനസ്സ് ഇവിടുന്ന് എന്തോ ഒരു കാര്യമായിട്ട് എന്തോ ചെയ്തു തരാണ്ടായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും ചിന്തിക്കേണ്ട എങ്ങനെ അറിയോ, 21 കൊല്ലം പടച്ചോനെ അല്ലെങ്കിൽ 22 കൊല്ലം അല്ലാ ഓനെ നോക്കാൻ എനിക്ക് അവസരം തന്നിട്ട് ഞാൻ നോക്കിയത് നേരായില്ലേ നാവല്ലാ. ഇങ്ങനെയാണ് ശരിക്കും ആലോചിക്കണ്ടായി. നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് ആലോചന വരിക.
ഇങ്ങനെ നേരെ തിരിച്ചാലോചിക്കുന്നതിനെയാണ് അധികാരബോധം എന്ന് പറയുന്നത്. അവകാശബോധം കൊണ്ട് പ്രയോജനമില്ല, അധികാരബോധം കൊണ്ടാണ് പ്രയോജനമുള്ളത്.